Hi, hello, and welcome back to my YouTube channel. So, today ഞാൻ ഇന്ന് എൻ്റെ വെഡിങ് ആൽബത്തിലൂടെ ഒരു യാത്ര. ഇപ്പോൾ ഇത് കുറേ ഇമോഷൻസ് ഉണ്ടാവാം. അങ്ങനെ എനിക്ക് എന്താണോ വെഡിങ് ആൽബം കാണുമ്പോൾ പറയാൻ തോന്നുന്നത്, അങ്ങനെ ആ വെഡിങ് ആൽബവും ഓരോ ഫോട്ടോസിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും അങ്ങനെയൊക്കെ ആയിരിക്കും ഈ വീഡിയോ. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ വാച്ച് ഫർദർ. അപ്പോൾ ഇതാണ് എനിക്ക് തന്ന ആ ഒരു മൊത്തം എനിക്ക് ക്യാമറമാനായിട്ടുള്ള ചേട്ടൻ തന്നത്. അപ്പോൾ അതിലാദ്യം ഒരു പെൻ ഡ്രൈവാണ്. പെൻ ഡ്രൈവ് തന്ന രീതി അടിപൊളിയായിരുന്നു. ഇറ്റ്സ് എ ഹാർട്ട് ഷേപ്പ് പെൻ ഡ്രൈവ് ഹോൾഡർ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആൽബത്തിൻ്റെ ഒരു മിനി ആൽബം. അപ്പോൾ ഈ മിനി ആൽബം ആദ്യം ഞാൻ വിചാരിച്ചു വേറെ ആൽബമാണെന്ന്. ബട്ട് ദെൻ സെയിം ബിഗ് ആൽബത്തിൻ്റെ ഒരു മിനി വേർഷൻ, സോ ദാറ്റ് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, മറ്റേത് ചീത്തയാവും എന്നുള്ളൊരു പേടിയില്ല. അങ്ങനെ ഇത് രണ്ടും പ്ലസ് ഒരു കലണ്ടർ ആൻഡ് ദി മെയിൻ ആൽബം. അപ്പോൾ ഇതാണ് നമുക്ക് ആ ചേട്ടൻ ഔട്ട്പുട്ടായിട്ട് തന്ന സംഭവം. എനിക്ക് വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹറിബറി ആയിരുന്നു. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കുറേ റീൽസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇൻ ടോട്ടൽ ഭയങ്കര ഹാപ്പി ആണെങ്കിലും ഇതൊക്കെ മിസ്സായല്ലോ എന്നൊരു വിഷമം എപ്പോഴും ഉള്ളിൽ കിടക്കുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ ബിഗ് ആൽബം. സോ സംഭവം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ ലേ ഔട്ടും എല്ലാം. അപ്പോൾ വെൽക്കം ടു മൈ കല്യാണ ആൽബം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ രണ്ടുപേരുടെ ഒരു ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് പേജിൽ കല്യാണം കഴിഞ്ഞിട്ട് ബൊക്കെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് മാലയൊക്കെ ഇട്ടതിന് ശേഷമുള്ളൊരു ഫോട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ജേണിയാണ്. ഹൽദി, തലേ ദിവസം, അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ജേണി. അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം നമ്മൾ കസിൻസ് മാത്രം, നമ്മുടെ ഫാമിലി മാത്രം, അങ്ങനെ പുറത്തുനിന്ന് ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടല്ല, ജസ്റ്റ് നമ്മുടെ തറവാട്ടിൽ ഒരു ഫ്രെയിം പോലെയൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ തേജു, കണ്ണൻ, അബി, ഷിജു, കുഞ്ചു, അങ്ങനെ ഒരു ബഞ്ച് ഓഫ് പീപ്പിൾ, ഹുസ്ന, കുറച്ച് പേരെ ഞാൻ വിട്ടിട്ടുണ്ടാവാം. ബട്ട് അത് ഞാൻ പേർപ്പസ്ഫുള്ളി വിട്ടതല്ല, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ കിട്ടാത്തതാണ്. അപ്പോൾ ഇത്രയും പേരുടെ ഒരു ഗ്രൂപ്പ് എഫേർട്ടാണ് ഈ മൊത്തം പരിപാടി. ഇതിൻ്റെ മെയിൻ ആൾ എന്തായാലും തേജുവാണ്. ഉപ്പില്ലാത്ത കഞ്ഞിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്, തേജു ഇല്ലാത്ത ഒരു പരിപാടിയില്ല. സോ എവറിത്തിങ്, എല്ലാത്തിനും ക്രെഡിറ്റ് ആൾക്കാണ്. അപ്പോൾ ഇതാണ് കണ്ണനും കുഞ്ചും, പിന്നെ ഉണ്ണിക്കുട്ടനുണ്ടായിൽ, പിന്നെ ഹുസ്ന തേജുവിൻ്റെ സ്കൂൾ ഫ്രണ്ടാണ്. ബട്ട് മോർ ദാൻ ദാറ്റ് അവളോടത്തൊരു ഫാമിലി മെമ്പറാണ്. ഇവിടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ്. അപ്പോൾ ആളാണ് നമ്മുടെ മെഹന്തിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് വേറൊരു അവസരത്തിൽ പറയാം. സോ ഇത് ഹൽദീൻ്റെ ഓരോരോ ഫോട്ടോസാണ്. ഇതിൽ ചില ഫോട്ടോസ് ലൈക്ക് ദിസ് വൺ, അപ്പോൾ ഞാനിങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുള്ള ഫോട്ടോയിൽ അങ്ങനെ ചില ഫോട്ടോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫോട്ടോസാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ. അപ്പോൾ ചില ഫോട്ടോസിനോട് നമുക്ക് ഭയങ്കര ഒരു പ്രിയം തോന്നും. അതേപോലെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആണ്. എനിക്കങ്ങനെ എൻ്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഭയങ്കര വിരളമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. സോ ചില ഫോട്ടോസിന് ഇറ്റ് ഓൺസ് മൈ ഹാർട്ട് എന്നൊക്കെ പറയണ പോലെ ഐ എം ഇൻ ലവ് വിത്ത് ദാറ്റ് ഫോട്ടോസ്. സോ അതിൽ രണ്ടെണ്ണമാണ് ഇപ്പോൾ കാണിച്ചത്, അപ്പുറത്തുള്ളതും പിന്നെ ഈ ഫോട്ടോയും. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഹൽദിയുടെ നമ്മൾ നോർമൽ കണ്ടുവരുന്ന കലാപരിപാടികൾ. മഞ്ഞളല്ല, തേജു മഞ്ഞ കളർ എൻ്റെ മേത്ത് വരാതിരിക്കാൻ വേണ്ടി ഭയങ്കര കെയർഫുള്ളായിരുന്നു. സോ എന്തൊക്കെയൊക്കെയോ മിക്സ്ചേഴ്സ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗ്യാങ് ഓഫ് പീപ്പിൾ. പൊന്നൂനെ മറന്നുപോയി നേരത്തെ, ചേച്ചിയുടെ മോളാണ്, ഇത് അവരുടെ ഫാമിലിയാണ്. അപ്പോൾ പൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ മേമയുടെ കല്യാണം മോസ്റ്റ് അവൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഷീ വാസ് ലൈക്ക് ദെയർ ഫോർ എല്ലാത്തിനും ഒപ്പം ഉണ്ടായിരുന്നു. എന്നെ കൊണ്ടാക്കുന്ന സമയത്ത് മാത്രം കുട്ടിക്ക് വരാൻ പറ്റിയില്ല, കുട്ടീനെ കൊടുന്നില്ല. ബാക്കി ത്രൂ ഔട്ട് ദ ജേണി അവളും ഉണ്ടായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതാണ് കുഞ്ചു, സുരേഷ് മാമൻ്റെ ചെറിയ പുത്രൻ, ഗ്രോയിങ് അപ്പ് ആസ് സെയിം ലൈക്ക് സുരേഷ് മാമനെയും കണ്ണനെയും പോലെ തന്നെ വരുന്ന ഒരു ജൂനിയർ. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ടൈമായിട്ടാണ് ആളിനായിട്ട് ഇത്രയും ആ ഒരു റിലേഷൻ ബോണ്ടിങ് എല്ലാം കൂടി വന്നത് ഈ സംഭവങ്ങളോടനുബന്ധിച്ച്. ഇത് കുതിരപ്പുറം, ഇതെങ്ങനെ ഉണ്ടായിന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു വലിയ കഥയാണ്. ഇനി ആൽബം മുന്നിലേക്ക് പോയതുകൊണ്ട് ഇത് എൻ്റെ കല്യാണത്തിൻ്റെ സ്റ്റേജാണ്. ഇത് കല്യാണത്തിൻ്റെ തലേദിവസം രാത്രിയത്തെ കുറച്ച് ഫോട്ടോസ് ആൾ ഈ ആൽബത്തിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് അമ്മയുടെ ഫാമിലിയാണ്, അമ്മയുടെ 2 സിസ്റ്റർ ഇൻ ലോസ്. അമ്മയ്ക്ക് 2 ബ്രദേഴ്സാണുള്ളത്. അപ്പോൾ ഒരാൾ ഗുജറാത്തി, ഒരാൾ മലയാളി. അപ്പോൾ മാമൻ വന്നിരുന്നു ഫോർ 3 days.
ഇപ്രാവശ്യം മാമൻ്റെ ലീവ് എൻ്റെ കല്യാണത്തിൽ പോയി. അപ്പോൾ അവിടുത്തെ ആചാരപ്രകാരം ഒരു തേങ്ങ, സിന്ദൂരം, ഗോൾഡ്, ബാഗ്, സാരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അമ്മായി കൊടുന്നത്. മാമൻ കൊടുന്നത് അതൊരു അവരുടെ ഒരു നോർത്ത് ഇന്ത്യൻ കൾച്ചർ. പിന്നെ ഇത് നമ്മുടെ സ്വന്തം കുടുംബം, അമ്മ, അച്ഛൻ, തേജു, മൈ വേൾഡ്. അപ്പോൾ വൺ ലാസ്റ്റ് ഡേ നമ്മൾ 4 പേരും മാത്രമായിട്ടുള്ള ലാസ്റ്റ് ഡേ, നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് ഒരു 5th മെമ്പറും കൂടെ നമ്മുടെ ഫാമിലിയിലേക്ക് വരും. അങ്ങനെ ഈ ഫോട്ടോസൊക്കെ ഭയങ്കര റെയർ ആയിരിക്കും. നമ്മളിങ്ങനെ ഫോട്ടോസൊന്നും എടുക്കുന്ന ആൾക്കാരല്ല. സോ ഇതിലെല്ലാ ഫോട്ടോസും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ഒന്ന് എടുത്തു പറയാനൊന്നുമില്ല, എല്ലാം. ഇനി നോർമൽ ആ ദിവസം വന്ന ആൾക്കാർ, ഇത് ചന്ദ്രേട്ടൻ്റെ മകൾ, മരുമകൻ. പിന്നെ ഇത് കാണുന്നത് തേജുവിൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ആളുടെ കല്യാണം ഭയങ്കര റീസെൻ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തോ ഒരു പരിപാടിയുടെ ഉള്ളിൽ നിന്ന് ഓടി വന്നതാണ്. നെക്സ്റ്റ് ഇത് അച്ഛൻ്റെ ഫാമിലി. സുരേഷ് മാമൻ വരാത്തത് കൊണ്ട് അർച്ചന ആൻറ്റി മാത്രം. ഇത് നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ആൾക്കാരാണ്, ശാന്തേച്ചി, സുൽ ചേച്ചി. ഇങ്ങനെ ഇത് വീണ്ടും അച്ഛൻ്റെ ബ്രദറാണ് ഷിനോജ് മാമ. ഇത് അനിയമ്മായി. സോ ഷിമ മിസ് ചെയ്തു, UK ലായതുകൊണ്ട്. ഇത് അച്ഛമ്മയുടെ ഫാമിലിയാണ്. ഇത് അമ്മയുടെ ഫാമിലി. ഇത് അച്ഛമ്മയുടെ ഫാമിലി. അങ്ങനെ ഇനി കുറേ ഫാമിലി ഫോട്ടോസാണ്. ഇത് സ്വന്തം ആങ്ങള. അപ്പോൾ അബി ഈ കല്യാണത്തിന് ഓടിയതിന് കൈയും കണക്കില്ല, അച്ഛൻ്റെയും ചീത്ത കേട്ടതിനും കൈയും കണക്കില്ല. സോ യു ഓൾസോ ഡിസേർവ് ദാറ്റ്. അപ്പം ഇത് എൻ്റെ കുന്നംകുളം ഓഫീസിലെ ഫാമിലിയാണ്. അഖിലേട്ടനും ദാസേട്ടനും ലിജോ ഏട്ടനും. അഖിലേട്ടനും ദാസേട്ടനും വിത്ത് ഫാമിലിയാണ്. ലിജോ ചേട്ടനും ഇതുപോലൊരു 3 പിള്ളേരുടെ ഒരു ഫാമിലി ഉണ്ട്, കൊടുന്നിട്ടില്ലായിരുന്നു. ഇത് തേജുവിൻ്റെ ഫ്രണ്ട്സാണ്. ഇതെൻ്റെ കസിൻസാണ്, കണ്ണൻ, കുഞ്ചു, അപ്പൂസ്, പിന്നെ ഉണ്ണിക്കുട്ടൻ. ഇത് ഷിമ, മോൻറ്റി മാമൻ, അനിയമ്മായി. ഷിമല്ല, ഇത് അനുഷേട്ടൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇവരൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നു അറിയില്ല. എൻ്റെ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗവും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ സൈഡിൽ എൻ്റെ കസിൻസാണ്, എവ്രി വൺ. ഇത് അമ്മയുടെ അവിടുത്തെ ഫാമിലിയാണ്. വലിയമ്മ, അമ്മയ്ക്ക് 3 സിബ്ലിങ്സാണ്. മാമൻ ഫോട്ടോയിലേക്ക് ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട് മാമൻ വന്നിട്ടില്ല. ഇത് വലിയമ്മയുടെ ഫാമിലിയാണ്. ചേച്ചി മാരീഡ് ആയതുകൊണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ്, കുട്ടികൾ, ബാക്കി. പിന്നെ നെക്സ്റ്റ് കല്യാണം അയക്കുന്നത് ഞാനാണ്. സോ നാളെ എനിക്കും വേറൊരു ഫോട്ടോ കാണിക്കാം. ഇത് മുനീർക്ക, അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇത് യമുന, പിന്നെ എൻ്റെ 1 and only 1 സൂപ്പർ അളിയൻ, അമ്മൂൽ ബേബി എന്നൊക്കെയാണ് ഞാൻ വിളിക്കുന്നത്. ദീപു, ചേട്ടൻ എന്നൊന്നും വിളിക്കാറില്ല, വല്ലപ്പോഴൊക്കെയാണ് ചേട്ടൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇത് വലിയമ്മയുടെ മോളാണ്, അനിയത്തിയാണ്. തേജുവിനൊരു കോമ്പറ്റീഷൻ, തേജുവിൻ്റെ ഡ്രസ്സിന് പാരലായിട്ട് മാത്രമാണ് അവൾ ഡ്രസ്സ് ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ. പിന്നെ ഇത് അച്ഛൻ്റെ ഫ്രണ്ടാണ്, പവിത്രേട്ടൻ ആൻഡ് ഫാമിലി. ഇത് എരുമപ്പെട്ടിയിലെ ഫാമിലിയാണെന്ന് തോന്നുന്നു, എനിക്കത്ര കാര്യമായിട്ട് ഓർമ്മയില്ല. പിന്നെ ഇത് അമ്മയുടെ ചേട്ടൻ്റെ മോനാണ്, അജു. ഇത് നമ്മൾ അമ്മയുടെ വീട്ടിലെ പെൺമക്കളുടെ മക്കൾ. നമ്മളുടെ ഇടയിൽ പിന്നെ ബ്രദേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 4 പേരും. ഇത് നമ്മുടെ നെയ്ബേഴ്സാണ്. ഇത് തേജുവിൻ്റെ ഫ്രണ്ട്സാണ്, ലൈക്ക് തേജുവിൻ്റെ +1 +2 ഫ്രണ്ട്സാണ്. ഇത് അവളുടെ കോളേജ് ഫ്രണ്ട്സാണ്. ഇവരുടെയൊക്കെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ എന്ത് കുഞ്ഞതാ. ഇത് അച്ഛൻ്റെ ഫാമിലിയിലെ കസിൻസാണ്. പിന്നെ ഇത് നമ്മുടെ ഗ്യാങ്. ഇതിൽ ഓരോ ആൾക്കാർക്കും എൻ്റെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് കണ്ണുപ്പാപ്പൻ, പിന്നെ ബാലേട്ടൻ, പ്രീചേച്ചി, ചേട്ടൻ. കണ്ണുപ്പാപ്പനും ഇതേപോലെ എൻ്റെ കല്യാണത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. കാരണം കുറേ കാര്യങ്ങൾക്ക് ഓടി വരാനും എന്നെ രാവിലെ അമ്പലത്തേക്ക് എത്തിക്കാനും റെഡി ആയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനും. പിന്നെ ഇത് നമ്മൾ തലേദിവസത്തെ കുറച്ച് ആഘോഷങ്ങൾ, അതിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെയും ഫുൾ ക്രെഡിറ്റ് തേജുവിന് മാത്രമാണ്. തേജു ഷീ റോക്ക് ദ സ്റ്റേജ്. തേജു മാത്രമല്ല, എല്ലാവരും, ബിൻ ചേട്ടൻ, കണ്ണൻ, പിന്നെ അബി ഇതിൽ ചെറുതായിട്ട് നന്നായിട്ട് ഉഴപ്പിയിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോ എങ്ങാനും എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഗട്ട്സ് തോന്നുന്നൊരു സമയത്ത് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ബിൻ ചേട്ടൻ. കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സ്വന്തം ബ്രദർ എന്നുള്ള പോലെ തന്നെ നമ്മുടെ ഒപ്പം എല്ലാ കാര്യത്തിനും നിൽക്കുന്ന ആളാണ്. സിന്ധു ചേച്ചി, പിന്നെ അതിനിടയിൽ നേരത്തെ തേജുവിൻ്റെ അടുത്തിരിക്കേണ്ടത് സനീകയാണ്, മിസ്സായിപ്പോയി.
കണ്ണനും കുഞ്ചും തേജും ഞാനും, ഞാൻ വീണ്ടും ഞാൻ. ഇതിൽ ഭൂരിഭാഗം ദ പീപ്പിൾ ഐ ലവ് ദ മോസ്റ്റ് ആ ഒരു പേജായിരുന്നു അത്. വീണ്ടും ഞാൻ, എൻ്റെ കല്യാണമാണല്ലോ. അപ്പോൾ തലേ ദിവസത്ത് മാറിയപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് എത്തി. ഞാൻ ഡ്രസ്സപ്പൊക്കെ ആയി വന്നു. വെരി ഹറി ബറി ജേണി. അധികം ഫോട്ടോസൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഇത് ഇതേപോലെ എൻ്റെ ഫോട്ടോസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആണിത്. ഞാൻ നല്ല ഗുണ്ടുമണിയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ എനിക്കിഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആണ്. ഐ ഡോണ്ട് നോ വൈ, എൻ്റെ കൈ എനിക്കിഷ്ടമേ അല്ല. കൈ തടിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കത് ഇഷ്ടമല്ല, ബട്ട് സ്റ്റിൽ ആ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കാലത്ത് വിഷ്ണു പാപ്പൻ അച്ഛൻ്റെ അനിയനാണ്. അപ്പോൾ പാപ്പൻ്റെ കൂടെയുള്ളൊരു ഫോട്ടോ. പിന്നെ അടുത്തത് അതിൽ കാണുന്നത് എൻ്റെ ജാതകം കൊടുക്കുന്നതാണ്. നമ്മൾ കല്യാണത്തിൻ്റെ കാലത്തായിരുന്നു. സോ ഇത് അവരുടെ മാമൻ, അവരുടെ റിലേറ്റീവ്സ്. പിന്നെ അച്ഛന് ദക്ഷിണ കൊടുക്കുന്നു, അനുഗ്രഹം മേടിക്കുന്നു. സാരിയൊക്കെ എടുത്തിട്ട് എനിക്ക് നടക്കാൻ അറിയാൻ പാടാത്തതുകൊണ്ട് മുഴുവൻ കുനിയുന്ന പരിപാടിയില്ല. നെക്സ്റ്റ് അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കുന്നു, ഉമ്മ തരുന്നു. ദ ക്ലീഷേ ഫോട്ടോഗ്രാഫി തിങ്സ്. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഹറി ബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒന്ന് നിന്ന് ബ്രെത്ത് എടുക്കാനുള്ള ടൈം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അമ്പലത്തിലെത്തിയിട്ട് അവിടെ നിന്ന് എടുത്ത, കല്യാണത്തിന് മുന്നേ എടുത്ത ഫോട്ടോസാണ്. എന്താ പറയുക, അങ്ങനെ ഓട്ടം തന്നെ ഓട്ടം. അപ്പം ഇതൊക്കെ ആ ചേട്ടൻ്റെ സ്കിൽസാണ്. എനിക്കിഷ്ടപ്പെട്ട ഫോട്ടോ, ഇതെനിക്കിഷ്ടപ്പെട്ട ഫോട്ടോ ആണ്. ഇനി ദ ലാസ്റ്റ് നമ്മൾ 4 പേരും കൂടിയുള്ള ഫൈനൽ ഒരു മൊമെൻ്റാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് 5ാമത്തെ ആൾ നമ്മുടെ ഫാമിലിക്ക് വരും. അപ്പോൾ ഇതേ എൻ്റെ ദേവസേന. പിന്നെ ആട്ടും തേജും ഇത് കേട്ട് കഴിഞ്ഞാൽ, ബട്ട് സ്റ്റിൽ അവൾ അങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് എല്ലാവരും കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തേജുൻ്റെ ഡ്രസ്സിങ്ങും തേജു നടന്നതും തേജു ഓടി നടക്കുന്നുണ്ടായിരുന്നതും എല്ലാവരും ലൈക്ക് ഇതൊക്കെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ മാത്രം നടക്കുന്നൊരു ഫോട്ടോ ആണ്. അച്ഛനും അമ്മ എനിക്ക് ഉമ്മ തരുന്നത്, അമ്മ ഉമ്മ തരാതെ അല്ല, ബട്ട് സ്റ്റിൽ. സോ ഇത് മൈ പെർഫെക്റ്റ്, മൈ വേൾഡ്. അങ്ങനെ ഇതും എൻ്റെ എന്താ പറയുക, എൻ്റെ പ്രിയപ്പെട്ട ഫോട്ടോസാണ് ഇതെല്ലാം. മൈ ഫാമിലി. ഇനി നമ്മൾ മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. മെല്ലെ ഒന്നും അല്ല കേട്ടോ, എല്ലാവരുടെയും ചീത്തയൊക്കെ കേട്ട് ഇറങ്ങ് ആ ഡയലോഗൊക്കെ കേട്ട്. ഇത് കണ്ണുപാപ്പൻ്റെ വണ്ടിയാണ്. കണ്ണുപാപ്പൻ എനിക്ക് വേണ്ടി കാർ വാഷൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന വണ്ടി. പാപ്പൻ എന്നെ കൊണ്ടാക്കി അമ്പലത്തിൽ കൊണ്ടിറക്കി. അത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂമിൻ്റെ എൻട്രിയാണ്. സോ ആൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കൊടുക്കാം ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലെത്തി. നാളെ ഈ കുർത്തിയൊന്നും ഊരാത്തതുകൊണ്ട് അകത്ത് കയറി പ്രാർത്ഥിച്ചില്ല. ഞാൻ അകത്ത് കയറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് പ്രാർത്ഥിക്കുന്നു. പൂജാരി വരുന്നു, തീർത്ഥം തരുന്നു. പിന്നെ നോർമൽ നമ്മുടെ ഹിന്ദു കല്യാണങ്ങളുടെ ഫുൾ കലാപരിപാടികൾ. എൻ്റെ ആൽബത്തിൽ എന്തിനാണ് ഇത്രയും വലിയ സ്പേസ് ഗ്രൂമിന് കൊടുത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ പാവല്ലേ, പൊക്കോട്ടെ, ജീവിച്ചു പോട്ടെ. അപ്പോൾ ചേട്ടൻ്റെ 2 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം എന്ന കലാപരിപാടിയിലേക്ക് കയറി. ഈ താലി ചാർത്തുന്നു. ഈ താലി ചാർത്തിൻ്റെ സമയത്ത് എവിടെ ഇല്ലാത്ത മഴയായിരുന്നു. ലൈക്ക് ലിറ്ററലി നമ്മുടെ നാട്ടിൽ മഴ പെയ്യാത്തതാണ്. ബട്ട് ഐ ഡോണ്ട് നോ ഫ്രം വെയർ ഇത്രയും മഴ എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് മഴ. എന്നാൽ നമ്മളൊന്നും ബുദ്ധിമുട്ടിക്കാതെ ആ താലി ചാർത്തലിൻ്റെ മൊമെൻറ്റിൽ മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റി. അതിന് മുന്നേ ഫോട്ടോസ് എടുക്കാൻ പറ്റി. അച്ഛൻ, എല്ലാവരും പറഞ്ഞത് അച്ഛൻ്റെ സങ്കടം ഒഴിഞ്ഞു പോയി എന്നാണ്. ഞാൻ കുറേ കാലമായി കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള സങ്കടം അച്ഛൻ പ്രാർത്ഥിച്ച്, അച്ഛൻ്റെ അമ്പലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എല്ലാ ദിവസവും പോകുന്ന അമ്പലം. അപ്പോൾ ആ ഒരു സങ്കടം ഒഴിഞ്ഞു പോയി എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ചില ആൾക്കാർ മറ്റേ യൂഷ്വൽ നാളികേരം തിന്നു അതാണ് ഇതാണെന്നൊക്കെ പറയും. അത് പോട്ടെ, കാരണം ഞാൻ നാളികേരം കഴിക്കാറില്ല. പിന്നെ കുറി ഇട്ട് കൊടുക്കൽ. ഈ ഫോട്ടോനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. കാരണം എന്നെ എല്ലാവരും ഇങ്ങനെ, ഞാൻ അച്ഛൻകുട്ടി ആയതുകൊണ്ട് എല്ലാവരും പറയും മാളു ചേച്ചി ഇങ്ങനെ മാമൻ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ അച്ഛൻ കൊടുത്താലും അച്ഛൻ്റെ കൈ വിടുന്ന പരിപാടിയില്ല. അതിൻ്റെ ആ പെർഫെക്റ്റ് ക്ലിക്കാണിത്. അപ്പോൾ നമ്മളത് പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ ഷിജുവിനും ഈ കാര്യം അറിയാവുന്നതുകൊണ്ടാണ് ഷിജുവിൻ്റെ മുഖത്തും അത്ര സന്തോഷം കാണുന്നത്. ഇത് മറ്റേ പാട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ റീലിടുന്നുണ്ട്.
പിന്നെ മറ്റേ വലം വെക്കൽ പരിപാടി. നമ്മൾ മാലയൊക്കെ ഇട്ട് താലികെട്ടലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴൊക്കെ ഗംഭീര മഴ കേട്ടോ. ആ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പൂജാരിക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് അവിടുത്തെ റിച്വൽസ് പരിപാടി കഴിഞ്ഞു. ഈ ഫോട്ടോയും എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ആണ്. ലൈക്ക് ചില ഫോട്ടോസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഇത് രണ്ടും, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇത് അജുട്ടേട്ടൻ്റെ കലാവിരുതുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഫോണിലെടുക്കുന്നതുകൊണ്ടാണ് ഈ ഹാർട്ട്സൊക്കെ ഇത്ര ഹൈലൈറ്റഡ് ആയിട്ട് കാണുന്നത്. ആൽബം നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ കാണില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നേരെ ഓഡിറ്റോറിയത്തേക്ക് വന്നു. അപ്പോൾ ടെൽകോൺ കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു എൻ്റെ അവിടുത്തെ കല്യാണം. അപ്പോൾ ഇതേ അച്ഛനും അമ്മയും പറയൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ ടെൻഷനൊക്കെ അമ്മയുടെ മുഖത്ത് കാണാനുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി അവിടെ നമ്മളൊരു പൂജാരി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഈ താലമൊക്കെ എടുക്കുന്നതിന് കുറച്ച് ഡിലേ വന്നു. അതുമാത്രമാണ് നമ്മുടെ സൈഡിൽ നിന്നൊരു ലാഗ് പറ്റിയിട്ടുണ്ടായിരുന്നത്. അമ്മ പറഞ്ഞത് നമ്മൾ ഇത്ര വേഗം ഇങ്ങോട്ട് എത്തുന്ന അവർ വിചാരിച്ചില്ല. പിന്നെ ഇവൻറ്റുകാരായിട്ട് എന്തൊക്കെയോ കൺഫ്യൂഷൻസ്, എല്ലാത്തിനും അച്ഛൻ തന്നെ ഓടുന്നത് കൊണ്ട് അതിൻ്റെ ഒരു കൺഫ്യൂഷനിലൊരു ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മുടെ സ്വന്തം സഹോദരൻ അപ്പോൾ അബി കാല് കഴുകാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടി നിൽക്കുന്ന നിപ്പാണ് ഈ കാണുന്നത്. ഇത് നമ്മളിതുപോലെ ഇങ്ങനെ കുറേ സംസാരിച്ച വിഷയമായിരുന്നു. കാല് കഴുകി തുടച്ച്. അപ്പോൾ മൂപ്പരത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് വിഷമമുണ്ടാവും അവനങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് ചേട്ടനവരൊക്കെ വെൽക്കം ചെയ്ത് അകത്ത് കൊണ്ടിരുത്തി. എനിക്ക് ഒറ്റയ്ക്ക് എൻട്രി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞിട്ടും കൂടെ ഇങ്ങനെ രണ്ടുപേരും സെപ്പറേറ്റ് എൻട്രി. അത് കഴിഞ്ഞിട്ട് എനിക്കുള്ള എൻട്രിക്ക് വേണ്ടി അവരെനിക്ക് താലമൊക്കെ കൊണ്ടുവരികയാണ്. ഈ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 മണിക്ക് പോയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10:30 ആയിട്ടുണ്ടാവും. 3 മണിക്ക് എണീറ്റിട്ട് ഈ നേരം വരെ ഞാനൊരു വക കഴിച്ചിട്ടില്ല. അതിനുള്ള സമയം കിട്ടിയില്ല. സോ ഞാൻ ലിറ്ററലി വിറച്ചുകൊണ്ടിരിക്കുക. ഇതിന് ഞാൻ ആകെ എൻ്റെ കല്യാണത്തിന് ആവശ്യപ്പെട്ടത് ഈ പന്തലിൻ്റെ സെറ്റപ്പാണ്. ഇത് ആര് പിടിക്കണം എന്ന് വരെ എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. കണ്ണനും കുഞ്ചും അബിയും പിന്നെ മാമൻ്റെ മോനും കൂടെ വേണമെന്നാണ് എനിക്ക് നിർബന്ധമുണ്ട്. അവർ തന്നെയാണ് അത് പിടിച്ചത്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ചെറിയൊരു എൻട്രി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് നൈസായിട്ട് ഫ്ലോപ്പായി. പോട്ടെ, ഞാൻ വീഴുമെന്ന് വരെ ഞാൻ പേടിച്ചു പോയി. അമ്മാതിരി വിറക്കിലായിരുന്നു. ലൈക്ക് ഒന്നും കഴിക്കാതെ. പിന്നെ കളിക്കാനറിയില്ല എന്നുള്ളത് വേറെ വാസ്തവം. അതൊക്കെ പോട്ടെ, അതൊക്കെ വീഡിയോയിൽ കാണാം അതെന്തോരം ഫ്ലോപ്പായിട്ടുണ്ട്. ഇനി പിന്നെയും നമ്മുടെ രണ്ടുപേരുടെയും കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ദെൻ ഓഡിറ്റോറിയത്തിൽ നമ്മളൊരു ശാന്തിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വേറെ ഫങ്ഷൻസ് ഒന്നുമില്ല. പൂജാരി നമുക്ക് പ്രസാദം ഇതൊക്കെ തരുന്നു, തീർത്ഥം തരുന്നു, കുറി തൊടൽ, പിന്നെ മാല, ബൊക്കെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെയും ഒരു കൈ പിടിച്ച് കൊടുക്കൽ പരിപാടിയുണ്ട്. ഓൾറെഡി ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞ പോലെ ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ച് തന്നെ നിന്നതുകൊണ്ട് ഇവിടെ ഞാൻ അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ അച്ഛൻ കൈ പിടിച്ച് കൊടുക്കുമ്പോൾ നോർമൽ നമ്മൾ കാണുന്ന രീതി തന്നെയാണ്. പിന്നെ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ ടെൻഷൻ്റെ അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട്. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അതാണ് ഈ ഹിന്ദു കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് അന്നേ ദിവസം തന്നെ റിസപ്ഷൻ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഹറിബറി ആയിപ്പോവും. ഈ ഫോട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോട്ടോ. ഇതിലൊക്കെ എന്നെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ചേട്ടന് മാല ഇട്ട് കൊടുക്കുന്നതും അപ്പോൾ ചേട്ടൻ അമ്മയ്ക്കൊരു സാരി കൊടുക്കുക, അനുഗ്രഹം വാങ്ങിക്കുക, ഇതൊക്കെ ഓരോരുത്തരുടെ നാട്ടിലേക്കുള്ള ഓരോരോ കസ്റ്റംസാണ്. പിന്നെ വീണ്ടും ഞാൻ എൻ്റെ സ്വന്തം ഭർത്താവ്. നമ്മുടെ ആൽബമാണല്ലോ, അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പേജ് നമുക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കാം. പിന്നെ അനുഗ്രഹം വാങ്ങിക്കുന്നു. എൻട്രൻസിൽ നിന്ന് വെതറിയത് മതിയാവാണ്ടെന്ന് തോന്നുന്നു. അമ്മ വീണ്ടും പൂവൊക്കെ എടുത്തിരുന്നുണ്ട്. പിന്നെ അമ്മയുടെ അനുഗ്രഹം, അച്ഛൻ്റെ അനുഗ്രഹം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്തതാണ് ഹൈലൈറ്റ്. ഇത് മാൻഡേറ്ററി ഫോട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റേജിലിരുന്നിട്ടുള്ള ഫസ്റ്റ് നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഫോട്ടോ. ഇത് അക്രമം, പാല് തരുന്നത്. ഇത് ഞാൻ മുന്നേ കൂട്ടി പറഞ്ഞിരുന്നു എനിക്ക് ഹോർലിക്സ് മിക്സ് ചെയ്ത പാല് തരണം. അത് തരാത്തതിന് ഞാൻ ചോദിച്ചതിനാണ് അച്ഛൻ നിന്ന് ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ ആ ദിവസത്തെ ആദ്യത്തെ മീൽ. അപ്പം ആലോചിച്ച് നോക്ക്, പച്ചപ്പാല് മീൻസ് മധുരം ഇട്ടിട്ടുണ്ട്, എനിക്കിഷ്ടമേ അല്ലാത്തൊരു സാധനം തരുമ്പോൾ ഉള്ളൊരവസ്ഥ, എന്നിട്ട് അതിന് ചിരിക്കണം. ആഹാ. ഇത് അവരുടെ ഫാമിലിയാണ്, ചേട്ടൻ്റെ ഫാമിലിയാണ്. അത് കഴിഞ്ഞിട്ട് ഹിയർ കംസ് നമ്മുടെ ഫാമിലി.
അപ്പം അച്ഛൻ, അമ്മ, ഞാൻ, ചേട്ടൻ, തേജു ഉണ്ട് കേട്ടോ. അത് അടുത്ത ഫോട്ടോയിൽ എന്തെങ്കിലും വരും. അച്ഛനിങ്ങനെ തിക്ക് തിരക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ അച്ഛന് ഫോട്ടോയിലേക്കോ ക്യാമറയിലേക്കോ ഒന്നും നോക്കാനേ സമയമില്ല. അച്ഛനിങ്ങനെ ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഇസ് മൈ ഫാമിലി. അപ്പോൾ ഫൈനലി നമ്മളിത് 5ാമത്തെ ആളിനെ വെൽക്കം ചെയ്തു. ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ തേജുവിൻ്റെ സൈഡിലും നമ്മളൊരു പുതിയ ആളെ വെൽക്കം ചെയ്യുന്നതായിരിക്കും. അപ്പം അതുവരേക്കും വി ആർ 5. ഫ്രം 4 വി ബിക്കെയിം 5. പിന്നെ ഇതെൻ്റെ വേൾഡ്. അപ്പോൾ എൻ്റെ കല്യാണത്തിന് വേണ്ടി പെടഞ്ഞ് നടന്ന കുട്ടിയായിട്ട് ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ആൽബമിലെ. സോ ഇതാണ് എൻ്റെ ഹാർട്ട് മുഴുവരിക്കണ പേജ്. പിന്നെ ഇത് ചേട്ടൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും. ഇത് അബിയുടെ ഒരു ഫ്രണ്ട്. വീണ്ടും ഇതെനിക്കിഷ്ടപ്പെട്ട ഫോട്ടോ. പിന്നെ തേജുവിനെ നിർത്തിയ പോലെ തന്നെ അബീനെയും സെൻറ്ററിൽ നിർത്തിയിട്ടുള്ളൊരു ഫോട്ടോ. ഇതൊക്കെ ഇവരുടെ ചീത്തയൊക്കെ കേട്ടിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഇവരൊക്കെ ഓരോ തിരക്കിലാണ്. പക്ഷേ ഇത്രയെങ്കിലും ഫോട്ടോ എടുത്തില്ലെങ്കിൽ ആ കുറ്റബോധം എന്നെ വിട്ട് പോകില്ലല്ലോ. അങ്ങനെ അപ്പം അച്ഛൻ്റെ കൂടെ ആകെ ആ ഒരു ഒറ്റ ഫാമിലി ഫോട്ടോ ഉള്ളൂ. അത് തന്നെ അച്ഛനങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ടൊക്കെയാണ്. അത്രയും തിരക്ക്, ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ എല്ലാത്തിനും അച്ഛൻ്റെ ഒരു ഗ്യാങ് ഓഫ് ആൾക്കാരുണ്ട്. അവർ തന്നെ ഓടുന്നത് കൊണ്ട് അച്ഛനിപ്പോൾ ഫോട്ടോ ഒന്നും എടുക്കാനുള്ളൊരു മോഡിലേ അല്ല. പിന്നെ നോർമൽ നമ്മുടെ ഫാമിലിയിലെ ആൾക്കാരുടെ ഫോട്ടോസ്, മോൻറ്റി മാമൻ, പിന്നെ ഇത് ചന്ദ്രേട്ടൻ ആൻഡ് ഫാമിലി. ഇത് എൻ്റെ ആറങ്ങോട്ടരയിലെ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്നിടത്തെ ഫാമിലിയാണ്. മനോജ് സാറ്, ടോണി, റിയാസ്, ബൈജുവേട്ടൻ, കിച്ചു, സിന്ധു ചേച്ചി, ബൈജുവേട്ടൻ്റെ വൈഫ്, അവരൊക്കെ. അപ്പോൾ ഇതിൽ റിയാസൊക്കെ ഞാൻ ഭയങ്കര ചെറിയ കാലയളവിൽ മാത്രം അറിയണ ആളാണ്. ബട്ട് ഞാൻ വിളിച്ചപ്പോൾ അവർ വന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇത് നമ്മുടെ ഫാമിലിയിലേക്ക്, അച്ഛൻ്റെ ഫാമിലിയിലേക്ക് വന്ന ദി പെർഫെക്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫാമിലിയാണ്. യമുനയുടെ ഹസ്ബൻഡ് ആൻഡ് ഫാമിലി. യമുനയെ പോലെ തന്നെ എനിക്കവിടെ ഭയങ്കര ഒരു പ്ലേസ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും വന്നു. കാരണം ചേട്ടൻ്റെ ചേച്ചി, ചിന്നു, എല്ലാവരും. ഇത് അച്ഛൻ്റെ ബ്രദേഴ്സാണ്. ബൈ ബർത്ത് അല്ല, ബട്ട് ബൈ ലവ്. അപ്പോൾ സുരേഷ് മാമനും അർച്ചന ആൻറ്റിയും, ഷിനോജ് മാമയും രാജി ആൻറ്റിയും. ഇത് വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാം. ഇത് ദ കംപ്ലീറ്റ് ഫാമിലി. അപ്പോൾ അവരുടെ എല്ലാവരുടെയും, നമ്മളുടെ ഫുൾ ഫാമിലിയാണത്. ഇത് ഗുരുവായൂരിലെ അച്ഛൻ്റെ വല്യച്ഛൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത് വാവ ചേച്ചി, ചേട്ടൻ, ഉണ്ണി, മാമൻ. അമ്മായി കുറച്ച് വയ്യാതിരിക്കുന്നതിന് അമ്മായി വന്നിട്ടില്ല. ഇത് നമ്മുടെ ഓഫീസിലെ ഫാമിലിയാണ്. കുന്നംകുളത്തി ഉണ്ട്, അരങ്ങോട്ടേരിയിലുണ്ട്. എല്ലാ ആൾക്കാരും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആബിദ്ക്കനെ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആബിദ്ക്ക ഒരുപാട് ദൂരത്തു നിന്നാണ് വരുന്നത്. ഹീ വാസ് വെയിറ്റിംഗ് ഫോർ മൈ മാരേജ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാൻ ആളെ മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിച്ചത്. ഇത് ബിൻചേട്ടൻ്റെ ഫാമിലിയാണ്, ചന്ദ്രേട്ടൻ്റെ ഫാമിലിയാണ്. ചന്ദ്രേട്ടനും ബിൻചേട്ടനും ഒക്കെ എൻ്റെ കല്യാണത്തിന് പെടഞ്ഞ് നടക്കുന്നതുകൊണ്ട് അവരിനൊന്നും ഫോട്ടോയിലേക്ക് കിട്ടിയിട്ടേ ഇല്ല. പിന്നെ ഇത് കണ്ണുപാപ്പൻ, പ്രേപ്പാപ്പൻ, ചേച്ചി, മുകുന്ദേട്ടൻ, അങ്ങനെ അവരായിരുന്നു. പിന്നെ ഇത് തേജുവിൻ്റെ ഫ്രണ്ട്സാണ്, അക്ഷയും പിഞ്ചും. അവരും ലൈക്ക് ഭയങ്കര സ്ട്രോങ് കണക്ഷനാണ്. പിന്നെ ഈ കുട്ടി, ഇവനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ആകെ ഒരു 5-6 ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ. ബട്ട് ചില ആൾക്കാർ അങ്ങനെയാണെന്ന് പറയില്ലേ, നമുക്ക് കുറേ പരിചയമില്ലെങ്കിലും ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരെ പോലെ. അപ്പോൾ ആഘോഷ് എന്നാണ് പേര്, പാലക്കാട് നിന്നാണ് വരുന്നത്. അപ്പോൾ അവനും അവൻ്റെ വുഡ് ബി ആണത്. അപ്പോൾ ആ കുട്ടിയും കൂടെ വന്നിരുന്നു, റിസപ്ഷനും വന്നിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ചില ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യൊന്നും വേണ്ട, ബട്ട് അവർക്കറിയാം അവരവിടെ എത്തണം എന്നുള്ളത്. പിന്നെ ഇത് അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ ഫാമിലിയാണ്, ഷാബി ചേട്ടൻ, സുചേട്ടൻ, ചേച്ചി, പിള്ളേർ. ആഷിച്ചേട്ടൻ തലേ ദിവസം മാത്രമേ വന്നുള്ളൂ എന്ന് തോന്നുന്നു. അത് കസിൻസ് ഗ്യാങ്ങാണ്. പിന്നെ ഇത് അച്ഛൻ്റെ തന്നെ എന്താ പറയുക, അച്ഛൻ്റെ സൈഡിലെ കസിൻസിൻ്റെ ഗ്യാങ്ങാണ്. പിന്നെ ഇത് എരുമപ്പെട്ടിയിലെ ആൾക്കാരാണ്. ഇത് അമ്മയുടെ ചേച്ചിയുടെ ഫാമിലി, വല്യച്ഛൻ, വല്യമ്മ, 2 മക്കൾ, അവരുടെ മക്കൾ, അങ്ങനെ അവരുടെ മക്കൾ എന്നല്ല, അവരുടെ ഫാമിലി. പിന്നെ ഇത് അമ്മയുടെ കസിൻസാണ്. ഇത് എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ്.
ഞാനങ്ങനെ തോന്നെ ഫ്രണ്ട്സൊന്നുള്ള ആളല്ല, പക്ഷേ ഇത്രയല്ല, കുറച്ചും കൂടി പേരുണ്ടായിരുന്നു. അവരൊന്നും അവൈലബിൾ ആയിരുന്നില്ല. വിഷ്ണുവും പാത്തും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വിഷ്ണുവിൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞിട്ടോ ഡെലിവറിയുടെ ടൈമിലൊക്കെയാണ്, സോ അതുകൊണ്ടാണ് വിഷ്ണു ഒറ്റയ്ക്ക്. പിന്നെ ഇത് അമ്മയുടെ അവിടുത്തെ കസിൻസ് ഗ്യാങ് എല്ലാവരും ഉണ്ട്. ഒരാൾ കുറവുണ്ടല്ലോ, ചെറിയ ആൾ എവിടെയൊക്കെ ഓടി നടക്കുകയാണ്, മിസ്സിങ്. ബാക്കി നമ്മളെല്ലാവരും ഉണ്ട്. ഇനി ഇത് അമ്മയുടെ ആങ്ങളെയാണ്, ബോസ് മാമൻ. ഇതും ബൈ ബർത്ത് അല്ല, ബൈ ലവ്. അപ്പോൾ സ്ട്രോങ് ബോണ്ട്. ഇതവരുടെ മൂത്ത മകൾ എന്നേക്കാൾ മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ട്. ജാനുവരിയിൽ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ അവളും ഒരു സ്ട്രോങ് ബോണ്ടാണ്. ഇത് നമ്മുടെ നാട്ടുകാരാണ്. ഒരാൾ പാപ്പനാണ് കേട്ടോ, പ്രവീപ് പാപ്പൻ ഒഴികെ ബാക്കി എല്ലാവരും നാട്ടുകാർ. പിന്നെ ഇത് അച്ഛൻ്റെ ഒരു കസിനാണ്, ഫ്രം പൊന്നാനി, മോഹു ചേട്ടൻ, മോഹു അങ്കിൾ. ആയന്തോ നല്ല അടുപ്പാണ് കേട്ടോ, ആയന്തോ എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പിന്നെ ഇത് അമ്മയുടെ ഫാമിലി. മൂത്ത മാമൻ മാത്രം ഫോട്ടോയിലേക്ക് നിൽക്കാത്തതുകൊണ്ട് ആളെ കാണാൻ പറ്റില്ല. ചെറിയ മാമനും മാമൻ്റെ മോനും മൂത്ത മാമൻ്റെ വൈഫ്. പിന്നെ ഇതെൻ്റെ കോളേജിലെ ഫ്രണ്ട്സാണ്. അവിടെയും ഫ്രണ്ട്സിൻ്റെ എണ്ണം കുറവായിരിക്കും, കാരണം എനിക്കത്ര ഫ്രണ്ട്സ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഉള്ളത് ലൈക്ക് സ്ട്രോങ് ബോണ്ട്സ് ആയിരിക്കും. ശ്യാം, അർജുൻ, ജോൺ, നിവ്യ, അലീഷ, ലിയോ. പിന്നെ മെല്ലെ നമുക്ക് ബൈ ബൈ പറയാം. ബൈ ബൈ പറയുമ്പോൾ അച്ഛൻ്റെ ഉമ്മയ്ക്ക് തരുന്നു. ഇത് ഫോട്ടോഗ്രാഫർ പറഞ്ഞുകൊണ്ട് മാത്രം തന്നിട്ടുള്ള ഉമ്മയാണ്, അല്ലാതെ അങ്ങനെ ഒരു കലാപരിപാടി ഞങ്ങളുടെ ഇടയിലില്ല. അമ്മ കരഞ്ഞ് തവിട് പൊടിയായിട്ടുണ്ട്. സോ അമ്മയും ഉമ്മയൊക്കെ തരുന്നുണ്ട്. അമ്മ ഇസ് ലൈക്ക്, ഞാൻ കരയില്ല എന്ന് ഞാൻ ശബ്ദം എടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം ഞാനത് കീപ്പ് ചെയ്തു. അതാണ് എൻ്റെ മുഖത്ത് മാത്രം ഇത്ര പുഞ്ചിരി കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയിൽ കയറിയിട്ടേ കരയുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്ര നേരം ഞാൻ കഷ്ടപ്പെട്ട് ഹോൾഡ് ചെയ്തു. ഇനിയത്തെ ഫോട്ടോ അതൊരു ഹൈലൈറ്റഡ് ഫോട്ടോ ആണ്. തേജു അളിയൻ്റെ അടുത്ത് പറയാണ് ഓൾ ദ ബെസ്റ്റ്, ഇത്ര കാലം ഞാൻ അനുഭവിച്ചു, ഇനി ചേട്ടൻ അനുഭവിക്കൂ. ആ ഒരു കോൺവെർസേഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പെട്ടെന്ന് എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരിയായത്, കരച്ചിൽ മാറിയിട്ട്. പിന്നെ തേജു ഉമ്മ തന്നപ്പോൾ ചെറുതായിട്ട് എനിക്ക് നല്ല വിഷമായി, ബട്ട് സ്റ്റിൽ ഐ ഹോൾഡ് ഇറ്റ്. പിന്നെ ഇത് ഇവരുടെ ഫോട്ടോ ഇങ്ങനെയല്ല വേണ്ടത്, ബട്ട് അത്രയും അവർ പണിയെടുക്കാമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഫോട്ടോ ലാസ്റ്റ് ഇങ്ങനെ വന്നത്. ഈ ഫോട്ടോ ഇല്ലാതിരുന്ന ഈ ആൽബം ഇൻകംപ്ലീറ്റ് ആയിപ്പോയനെ. ചന്ദ്രേട്ടൻ ആൻഡ് ഗ്യാങ്, ബാക്കി എല്ലാവരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പിന്നെ ഈ സൈഡിൽ കണ്ടതാണ് അജുട്ടേട്ടൻ. ഇത് ഇങ്ങേരാണ് ഇതിൻ്റെ ഫോട്ടോഗ്രാഫി ഭാഗം മൊത്തം ചെയ്തിരുന്നത്. ഞാൻ കാറിലൊക്കെ കയറിയപ്പോൾ എൻ്റെ അമ്മ കരഞ്ഞ് ആകെ തവിടുപൊടിയായി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ചേട്ടൻ്റെ വീട്ടിലെത്തി. ഇത് ചേട്ടൻ്റെ 2 സിസ്റ്റേഴ്സും ഒരു സിസ്റ്റർ ഇൻ ലോ ആണ്. ഇത് അവിടുത്തെ അമ്മ ആൻഡ് റിലേറ്റീവ്സ്. അപ്പോൾ അരിയും പൂവൊക്കെ ഇവിടെ ഇടുന്നുണ്ട്. അതൊക്കെ ഇട്ട് വിളക്ക് തരുന്നു, കാല് കഴുകുന്നു ആദ്യം. ഇവിടെ ഒരു കാല് കഴുകലുണ്ട്. അപ്പം മേമയാണ് കാലൊക്കെ കഴുകി തന്നത്. അത് കഴിഞ്ഞിട്ട് വിളക്ക് തന്നു. ഇതെൻ്റെ ഭയങ്കര ടെൻഷൻ മൊമെൻ്റാണ്, കാരണം ഈ സംഭവം ഒന്ന് കെടാതെ അവളെ കൊണ്ട് വെക്കണമല്ലോ. നമ്മൾ സാരി എടുത്ത് നടന്ന എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നം. അത് കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമില്ലാതെ നമ്മൾ വീട്ടിലേക്കൊക്കെ കയറി വിളക്ക് വെച്ചു, പ്രാർത്ഥിച്ചു. ഇത് ചേട്ടനെന്നെ ഫ്രണ്ടിൻ്റെ അച്ഛനും അമ്മയാണ്. ഫ്രണ്ടാണെന്ന് പറയുന്നേ ഉള്ളൂ, ബ്രദറാണ്. ഇതും ചേട്ടൻ്റെ മൂത്ത ബ്രദറാണ്. നമുക്ക് ചില ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മുടെ ബ്രദേഴ്സിനേക്കാൾ നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. നമുക്ക് ബൈ ബർത്ത് ബ്രദേഴ്സ് ഉണ്ടാവും, പക്ഷേ സം പീപ്പിൾ ആർ മോർ ഇമ്പോർട്ടൻറ്റ്. അത് അവരുടെ പ്രവർത്തികളിൽ നിന്നും നമുക്ക് അവർ തരുന്ന ആക്സെപ്റ്റൻസിൽ നിന്നും വരുന്നതാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.